പ്രശസ്ത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ഏറെ നാളായി അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മകൾ നയാബ് ഉദാസ് ആണ് മരണവിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അച്യുതൻ, എന്നും അവിസ്മരണീയമായി നിൽക്കുന്നതാണ് പങ്കജ് ഉദാസിന്റെ ശബ്ദം. ഗസൽ ഗായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. 72 വയസ്സാണ് പ്രായം. മകളാണല്ലോ ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും ഗസൽ എന്നതിനെ കുറിച്ച് നോക്കുമ്പോൾ തന്നെ ആദ്യം ഓടിയെത്തുന്ന പേരിലൊന്നാണ് ഈ പങ്കജ് ഉദാസ്. 72 വയസ്സായിരുന്നു. ഈ മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു ഈ അവസാന നാളുകളിൽ. ദീർഘനാളായി ഇത് അസുഖബാധിതനായി ചികിത്സയിലാണെന്നുള്ള വിവരം കുടുംബം തന്നെയാണ് ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. മകൾ നയാബ് ഉദാസ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഈ വിവരം അറിയിച്ചത്. കുടുംബത്തിനെ ആകെ വേദനയിലാഴ്ത്തിക്കൊണ്ട് അച്ഛൻ വിടവാങ്ങി എന്നുള്ള സന്ദേശത്തോടു കൂടിയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്. ഈ ഗസൽ ഇതിഹാസം അതിനപ്പുറത്ത് പിന്നണി ഗായകൻ കൂടി ആയിരുന്നു. സോനു നിഗം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഈ പ്രശസ്തമായ രചനകളിൽ ചിലത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ചിത്തി ആയേ ഹേ, ചണ്ഡി ജയ്സാ രംഗ് തേരാ, തോടി തോടി പിയാ കരോ, ഏക് തരാഫ് ഉസ്കാ ഘർ, ആജ് ജി കെ കരീബ് ഹോത്തെ ഹേ, അങ്ങനെ പ്രശസ്തമായ ഒരുപാട് രചനകൾ ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ ഗസൽ ഇതിഹാസത്തിലൂടെ പിറന്നിട്ടുണ്ട്. എന്തായാലും ആ ഗായകനാണ്, പ്രശസ്ത പിന്നണി ഗായകനും ഗസൽ ഗായകനുമായ ഉദാസാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. എന്തായാലും രാജ്യത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് പലരും രംഗത്തെത്തുകയാണ്. ഉപികൃഷ്ണൻ. ശരി, പ്രശസ്ത ഗസൽ ഗായകൻ പങ്കജ് ഉദാസിന്റെ അന്ത്യം സംഭവിച്ച വിവരങ്ങൾ പുറത്തുവരികയാണ്. അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു പങ്കജ് ഉദാസിന്റെ അന്ത്യം. മകൾ നയാബ് ഉദാസ് ആണ് അദ്ദേഹത്തിന്റെ മരണവിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. 1986 ഇറങ്ങിയ നാം എന്ന ചിത്രത്തിലെ ചിട്ടിയായി ഹേ വതൻ എന്ന ഹിറ്റ് ഗാനത്തിലൂടെയാണ് പങ്കജ് ഉദാസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷം പല ഉറുദു വരികളും അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യത്തിലൂടെ ആസ്വദിക്കാൻ നമുക്ക് അവസരമുണ്ടായി.